ശ്രുതി സ്മൃതി പുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത് പാദ ശങ്കരം ലോകശങ്കരം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രുതി, കാഞ്ഞങ്ങാട് കുഞ്ഞപ്പണം കാരക്കാട്ടില്ലത്ത് സുകേഷിന്റെ പത്നിയാണ്. താമരശ്ശേരി ഇല്ലത്ത് ശ്രീ തുളസീദാസൻ ഭട്ടതിരിയുടെയും ശ്രീമതി രോഹിണി അന്തർജനത്തിന്റെയും മകളാണ്. കാസർഗോഡ് ജില്ലയിലെ കേരള കേന്ദ്ര സർവകലാശാല ഊർജ്ജതന്ത്ര വിഭാഗം അധ്യാപികയുമാണ്. യോഗക്ഷേമ വനിതാ വിഭാഗം വൈജ്ഞാനിക മേഖലയുടെ നേതൃത്വത്തിൽ നടക്കുന്ന രണ്ടാമത്തെ വെബിനാർ സീരീസാണ് ആചാര്യസ്വാമികൾ ജീവിതരേഖ എന്നത്. നവോത്ഥാന നായകരെന്ന് വിശേഷിപ്പിക്കുന്ന ഋഷീശ്വരന്മാർ എല്ലാ തലത്തിലും മാതൃകാ ഗുരുവായി കാണുന്ന ക്രാന്തദർശിയായ ധർമ്മ പ്രതിഷ്ഠാപകനായ ആചാര്യസ്വാമികളെ യഥാതഥം അറിയുക, അറിയിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. ഇന്ന് നമ്മോടൊപ്പം വേദിയിലെത്തിയിരിക്കുന്നത് ആദരണീയയായ ശ്രീമതി സുലേഖ ടീച്ചറാണ്. ടീച്ചർ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്ന വിഷയം ആചാര്യസ്വാമികൾ ഉപദേശിച്ച ഗുരുസങ്കല്പം. ആദ്യമായി ശ്രീമതി സുലേഖ ടീച്ചറിനെ ഒന്ന് പരിചയപ്പെടാം. ശ്രീമതി സുലേഖ ടീച്ചർ റിട്ടയേർഡ് സംസ്കൃത അധ്യാപിക, എറണാകുളം ജില്ലയിലെ പൂത്തോട്ടത്തിൽ താമസം. ഭർത്താവ് വിഷ്ണു, മകൻ വിഷ്ണു. കാലടി ശ്രീശങ്കര കോളേജിൽ നിന്നും ശ്രീശങ്കര വേദാന്തത്തിൽ 1ാം റാങ്കോടെ ബിരുദാനന്തര ബിരുദമെടുത്ത സുലേഖ ടീച്ചർ ആചാര്യസ്വാമികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഒരു ഗവേഷകയും പ്രഭാഷകയുമാണ്. ആധ്യാത്മിക പ്രഭാഷണ രംഗത്ത് സജീവ സാന്നിധ്യം. കുട്ടികൾക്കും മുതിർന്നവർക്കുമായി നിരവധി ആധ്യാത്മിക ക്ലാസുകൾ നയിക്കുന്നു. ശങ്കര കൃതികളും ഗുരുദേവ കൃതികളും വിശകലനം ചെയ്ത് പ്രഭാഷണങ്ങൾ നടത്താറുണ്ട്. ഏറെ ആദരവോടുകൂടി ശ്രീമതി സുലേഖ ടീച്ചറിനെ വിഷയാവതരണത്തിനായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ആചാര്യപാദങ്ങളിൽ പ്രണാമം. ശ്രോതാക്കളായി എത്തിയിരിക്കുന്ന സജ്ജനങ്ങൾക്ക് നമസ്കാരം. യോഗക്ഷേമ സഭ വനിതാ വിഭാഗം വൈജ്ഞാനിക മേഖല സംഘടിപ്പിച്ചിരിക്കുന്ന വെബിനാർ സീരീസിന്റെ 4ാം ഭാഗമാണ് ഇന്ന് നടക്കുന്നത്. ഇതിലെ സംഘാടക സാരഥ്യങ്ങൾക്ക് ഏവർക്കും വന്ദനം. വിശിഷ്യ സോയ ടീച്ചർ, നടേശ മാസ്റ്റർ, എല്ലാവർക്കും നമസ്കാരം. ആചാര്യസ്വാമികൾ ഉപദേശിച്ച ഗുരുസങ്കല്പം എന്ന വിഷയമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ഈ ലോകത്ത് അവതരിച്ച അല്ലെങ്കിൽ ഈ ലോകത്തേക്ക് എത്തിയ സകല ഗുരുക്കന്മാരും തത്വദർശികളുടെ അല്ലെങ്കിൽ സത്യദർശികളായ മഹാപുരുഷന്മാരുടെ പരമ്പരയെ നമസ്കരിച്ചുകൊണ്ടും സ്മരിച്ചുകൊണ്ടുമാണ് സ്വദർശനത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രശസ്തമായ ഗുരുപരമ്പര സ്തോത്രം നാരായണം പത്മഭുവം വസിഷ്ഠം ശക്തിം ച തത്പുത്ര പരാശരം ച ഗോവിന്ദ യോഗീന്ദ്രമഥാസ്യ ശിഷ്യം ശ്രീശങ്കരാചാര്യമഥാസ്യ പത്മപാദം ച ഹസ്താമലകം ച ശിഷ്യം തം തോടകം വാർത്തികകാരമന്യാൻ അസ്മത് ഗുരുൻ സന്തതമാനതോസ്മി എന്ന ഏറ്റവും പ്രശസ്തമായ ഗുരുപരമ്പര വന്ദനം. അതിലെ ആ ഗുരുപരമ്പരയെ സ്മരിച്ചുകൊണ്ട് തന്നെ വേണം നാം നമ്മളുടെ ക്ലാസ് ആരംഭിക്കാൻ. ഇവിടെ നാരായണനിൽ നിന്ന്, സത്യസ്വരൂപനായ ഭഗവാനിൽ നിന്ന് പത്മഭുവനിലേക്കും വസിഷ്ഠനിലേക്കും ബ്രഹ്മാവിലേക്കും, ബ്രഹ്മാവിൽ നിന്ന് സുപുത്രനായ വസിഷ്ഠനിലേക്കും,
വസിഷ്ഠനിൽ നിന്നും ശക്തിയിലേക്കും, ശക്തിയിൽ നിന്ന് പരാശരനിലേക്കും, പരാശരനിൽ നിന്ന് സുപുത്രനായ വേദവ്യാസനിലേക്കും, വേദവ്യാസനിൽ നിന്ന് ശുഗനിലേക്കും, ശുഗനിൽ നിന്ന് പരീക്ഷത്തിലേക്കും ഒക്കെ പരമ്പരയായി പകർന്നു കിട്ടിയ, ഒരു പരമ്പരയായി പകർന്നു കിട്ടിയ ആ പരമാത്മ സത്യത്തെ ഓരോ ഗുരുക്കന്മാരും ഓരോ രീതിയില് ആണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. ആ ഏകതയെ ഇപ്പോ വ്യാസ ഭഗവാൻ പറയുന്നത് മഹാഭാരതം രചിച്ചുകൊണ്ട്, വേദത്തെ 4ആയി പകുത്തുകൊണ്ട്, 18 പുരാണങ്ങൾ രചിച്ചുകൊണ്ട്, ബ്രഹ്മസൂത്രം രചിച്ചുകൊണ്ട് ഒക്കെയാണ് ആ സത്യത്തെ പറഞ്ഞത്. എല്ലാവരും പറഞ്ഞത് ഒരേ സത്യത്തെ തന്നെയാണ്. അപ്പോ അങ്ങനെ പരമ്പരയായി വന്ന ആ ഏകതയെ ഗൗഡപാദാചാര്യൻ, ഗോവിന്ദാചാര്യർ, അതിലൂടെ ശങ്കര ഭഗവത്പാദർ, ശങ്കര ശിഷ്യന്മാരായ ഹസ്താമലകൻ, സുരേശ്വരൻ, തോടക ആചാര്യന്മാരിലൂടെ ഒക്കെ പകർന്ന് തലമുറയായി പരമ്പരയായി പകർന്ന ആ മഹത്തായ സത്യത്തെ, അദ്വൈത സത്യത്തെ നീ കലിയുഗത്തിൽ എത്തി നിൽക്കുമ്പോൾ ശ്രീനാരായണ ഗുരുദേവ മഹാഗുരു എത്തി നിൽക്കുന്ന ആ ഗുരു പരമ്പരയെ ഒന്നടങ്കം പ്രണമിക്കുന്നു. നമ്മുടെ വിഷയത്തിലേക്ക് കടക്കുമ്പോൾ ആചാര്യസ്വാമികൾ ഉപദേശിച്ച ഗുരുസങ്കല്പം, ഇത് അവതരിപ്പിക്കുമ്പോൾ ആരാണ് ഗുരു, ഗുരുവിന്റെ സ്വഭാവം എന്ത്, ഗുരുവിന്റെ ദൗത്യം എന്ത്, ഇക്കാര്യങ്ങളാണ് നാം ചിന്ത ചെയ്യേണ്ടത്. ഭൂമിയില് മനുഷ്യരായി ജന്മമെടുത്തവരാണ് നാം. ആചാര്യസ്വാമികൾ പറഞ്ഞ പോലെ ഏറ്റവും ശ്രേഷ്ഠ ജന്മം നരജന്മം. ആ ശ്രേഷ്ഠജന്മമായ നരജന്മം കിട്ടിയിട്ടും ആ ജീവിതത്തിൽ സത്യമറിയാതെ മടങ്ങുന്നവരാണ് ഈ ലോകത്ത് ഏറെയും. ആത്മാവ് ഒന്ന് ഉണ്ട് എന്ന് പോലും അറിയാതെ ജീവിക്കുന്ന, ഇരുട്ടിലാഴ്ന്നു കിടക്കുന്ന ഒരു സമൂഹത്തെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതായത് എന്തിനാണ് ഈ ലോകത്തേക്ക് വന്നത്, എന്താണ് ജീവിതത്തിന്റെ ലക്ഷ്യം, താൻ ജീവിക്കുന്ന ഈ പ്രപഞ്ചം എന്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും യാതൊരു തരത്തിലുള്ള അന്വേഷണങ്ങളും നടത്താതെ ഈ ലോകത്ത് നിന്ന് മറിയുന്നു. അതുകൊണ്ടാണ് മനുഷ്യ ജീവിതം ഒരു പ്രഹേളികയാണെന്ന് പറയുന്നത്. ഉത്തരം കിട്ടാത്ത ചോദ്യമായി കൊണ്ട് പലരും കടന്നു പോകുമ്പോൾ ആ പ്രഹേളികയെ ആനന്ദ അനുഭവത്തിന്റെ നിരന്തരമായ ഒരു ഒഴുക്കാക്കി മാറ്റിയിട്ട് ജീവിതത്തെ സാർത്ഥകമാക്കുവാൻ മനുഷ്യരാശിയെ സഹായിക്കുന്ന ഗുരുക്കന്മാർ എക്കാലവും ഉണ്ടായിട്ടുണ്ട്. ഇതിൽ ഓരോ ഗുരുവും അവർ അനുഭവിച്ച ജ്ഞാന രഹസ്യത്തിന്റെ സ്വച്ഛത തലമുറകളിലേക്ക് പകർന്നു കൊടുക്കുന്നതിന് ഓരോ തരത്തിലുള്ള പങ്കാണ് വഹിച്ചിട്ടുള്ളത്. യഥാർത്ഥ വിദ്യ എവിടെയാണ് ഇരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് ഗുരുമുഖത്താണ് എന്ന് പറയും. ഗുരുവക്ത്ര സ്ഥിതാ വിദ്യ ഗുരുഭക്ത്യാച്ച ലഭ്യതേ. ഗുരുഭക്തി കൊണ്ടേ യഥാർത്ഥ വിദ്യ കരഗതമാകുകയുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് ഗുരോരനുഗ്രഹേണൈവ പുമാൻ പൂർണ്ണ പ്രബദ്ധ്യതേ. ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എന്തെല്ലാം അറിവുകൾ നേടിയാലും ഒരു മനുഷ്യന് ആ പരിപൂർണതയിൽ എത്തണമെങ്കിൽ ഒരു ഗുരുവിന്റെ കടാക്ഷവും അനുഗ്രഹവും വേണ്ടിയേ തീരും. അപ്പോൾ ആരാണ് ഗുരു എന്നുള്ളത് ആചാര്യസ്വാമികളുടെ വാക്കുകളിലൂടെ തന്നെ നാം വിചാരം ചെയ്യുമ്പോൾ വിവേക ചൂടാമണി എന്ന പ്രൗഢമായ ലോകോത്തരമായ ശ്രേഷ്ഠമായ കൃതിയിലൂടെ ആചാര്യസ്വാമികൾ പറയുന്നു, ഒരു ശിഷ്യൻ ഉണ്ടായിരിക്കേണ്ട യോഗ്യതകളെ, ഒരു ഗുരുസവിധത്തിലെത്തി പരമമായ വിദ്യ അഭ്യസിക്കുന്നതിന് നേടുന്നതിന് ഒരു ശിഷ്യൻ ഉണ്ടായിരിക്കേണ്ട യോഗ്യതകളെ പറഞ്ഞതിന് ശേഷം ഗുരുലക്ഷണത്തെ വിശദീകരിച്ചു തരുന്നുണ്ട് ആചാര്യസ്വാമികൾ. അത് ഇപ്രകാരമാണ്. ഒരു ഗുരു എങ്ങനെയായിരിക്കണം? ശ്രോത്രിയോ അവ്രജിനോ അകാമഹതോ യോ ബ്രഹ്മവിത്തമഹ ബ്രഹ്മണ്യുപരതശാന്തോ നിരിന്ധനൈവാനലഹ അഹേതുകതയാ സിന്ധു ബന്ധുരാനമതാം സതാം. ഇത്ര ശ്രേഷ്ഠമായ ഒരു ഗുരുസങ്കല്പമാണ് ആചാര്യസ്വാമികളുടെ. ഒരു ഗുരു ശ്രോത്രിയനായിരിക്കണം. അതായത്
വേദത്തെ, ആ ഔപനിഷിതകമായ സത്യത്തെ അറിഞ്ഞവനായിരിക്കണം. ശ്രുതിയുടെ മാർഗത്തിൽ സഞ്ചരിക്കുന്നവനായിരിക്കണം. എന്താണ് ശ്രുതി? ഗുരുമുഖത്ത് നിന്ന് പരമ്പരയായി പകർന്നു കിട്ടുന്ന ആ ഉപനിഷത്ത് ജ്ഞാനം തന്നെയാണ് ശ്രുതി. അപ്പോ ഗുരു ശ്രോത്രിയനായിരിക്കണം, അവ്രജനായിരിക്കണം, പാപമില്ലാത്തവനായിരിക്കണം. പാപവും പുണ്യവും ഒക്കെ കർമ്മത്തിൽ നിന്ന് നേടുന്നതാണ്. അപ്പോ പരമാത്മ സ്വരൂപത്തിന് കർമ്മമൊന്നുമില്ലല്ലോ. പരമാത്മാവിന് കർമ്മമില്ല. പക്ഷെ ഇവിടെ പാപമില്ലാത്തവനെന്ന് പറയുമ്പോൾ കർമ്മവാസനകളെ ജ്ഞാനാഗ്നിയിലേക്ക് ലയിപ്പിച്ചവനായിരിക്കണം, ദഹിപ്പിച്ചവനായിരിക്കണം. കർമ്മവാസനകളുടെ ലേശം പോലും ഇല്ലാതെ വാസനയെ വറുത്തു കളഞ്ഞവനായിരിക്കണം. അതായത് അജ്ഞാന ഭൂമികകളെ എല്ലാം തരണം ചെയ്തവനായിരിക്കണം. പിന്നീട് പറയുന്നു അകാമഹതനായിരിക്കണം. ഒരു ഗുരുവിന് യാതൊരു തരത്തിലുള്ള ആഗ്രഹങ്ങളും ഇല്ലാത്തവനായിരിക്കണം. സ്വാർത്ഥമായി യാതൊരു തരത്തിലുള്ള ആഗ്രഹങ്ങളും ഇല്ലാത്തവനായിരിക്കണം. അതായത് തൃപ്തനായിരിക്കണം എന്നർത്ഥം. ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ ഈ ലോകത്തെ ഏറ്റവും ഭാഗ്യവാൻ അല്ലെങ്കിൽ സന്തുഷ്ടവാൻ ആരാണെന്ന് ചോദിക്കുവാണെങ്കിൽ അതിന്റെ ഉത്തരം തൃപ്തിയുള്ളവനാണ് ഏറ്റവും ഭാഗ്യവാന്മാർ. അപ്പോൾ ഒരു ഗുരുവിന് അത്തരത്തിലുള്ള തൃപ്തി ആയിരിക്കണം ഗുരുവിന്റെ ഭാവം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ജ്ഞാനഭൂമികയിൽ എത്തിയവനായിരിക്കണം, അജ്ഞാനത്തിന്റെ തലം കടന്നവനായിരിക്കണം. അതായത് നമ്മൾ പറയാറുണ്ടല്ലോ, സപ്തഭൂമികകൾ പറയാറുണ്ട് ജിജ്ഞാസ നിവൃത്തി ഉണ്ടാകണം. അറിയേണ്ടത് അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒന്നും അറിയാനില്ല എന്ന ഒരു സ്ഥിതിയിൽ ഇരിക്കുന്നവനായിരിക്കണം. പിന്നെ ചികീർഷാ നിവൃത്തി, സകലതും സമർപ്പിതമായി സർവ്വതും പരമാത്മ സ്വരൂപത്തിൽ സമർപ്പിതമായവന് പിന്നെ അവൻ്റെതായ കർമ്മങ്ങളൊന്നുമില്ലല്ലോ. ചികീർഷാ നിവൃത്തി, പ്രേപ്സാ നിവൃത്തി, ഇനി ഒന്നും നേടാനില്ല. കാരണം നേടേണ്ട പരമമായതിനെ നേടിയ ഗുരുവിന് ഇനി ആരിൽ നിന്നും ഒന്നും നേടാനില്ല. അപ്പൊ ജിജ്ഞാസാ നിവൃത്തിയും ജിഹാസ, ഇനി ഒന്നും ഉപേക്ഷിക്കാനില്ല. അതായത് തൻ്റെ ശരീരത്തെയും തന്നിലെ ജീവനെയും പരമഗുരുവിന്റെ മുമ്പിലേക്ക് പരബ്രഹ്മ സ്വരൂപത്തിന് മുന്നിൽ സമർപ്പിച്ച, ജീവനും ബ്രഹ്മവും ഒന്നാണെന്ന് അറിഞ്ഞ് അനുഭവിക്കുന്ന ആ ബ്രഹ്മ സ്വരൂപത്തിന് ഇനി എന്താണ് നേടാനുള്ളത്? അതുകൊണ്ട് തന്നെ ഭയമില്ല. രണ്ടുണ്ടെങ്കിലല്ലേ ഭയമുള്ളൂ. താനും പരബ്രഹ്മവും ഒന്നാണെങ്കിൽ പിന്നെ ഭയമില്ല. അതുകൊണ്ട് തന്നെ ദുഃഖമില്ല. അതുകൊണ്ട് തന്നെ സർവവിധമായ സങ്കല്പങ്ങളും എരിഞ്ഞടങ്ങിയവനായിരിക്കും. അത്തരത്തിൽ ഒരു അകാമഹതനായിരിക്കണം ഗുരു എന്ന് പറയുകയാണ്. യാതൊരു ആഗ്രഹങ്ങളും ഇല്ലാത്തവനായിരിക്കണം. പിന്നെ പറയുകയാണ് ബ്രഹ്മവിത്തമഹ, അതായത് ബ്രഹ്മസാക്ഷാത്കാരം നേടിയവനായിരിക്കണം, ശ്രേഷ്ഠമായതിനെ അനുഭവിക്കുന്നവനായിരിക്കണം എന്നർത്ഥം. ഏറ്റവും പരമമായ ആനന്ദത്തെ അനുഭവിക്കുന്നവനായിരിക്കണം. നിരന്തര ഇവാനനായിരിക്കണം. എത്ര നല്ല പ്രയോഗമാണ് ആചാര്യസ്വാമികളുടെ പദങ്ങള്. നിരന്തര ഇവാനലൻ, അതായത് യാതൊരു ആഗ്രഹങ്ങളും ഇല്ലാതെ എരിഞ്ഞടങ്ങിയ തീക്കനൽ പോലെ ഇരിക്കണം. ഒരു വിറക് കത്തി തീർന്നാൽ പിന്നെ പിന്നെ ഒന്നുമില്ല അവിടെ. ആ അഗ്നി മാത്രം ജ്വലിച്ചുകൊണ്ടിരിക്കും. അതാ ജ്ഞാനമാകുന്ന ആ ബ്രഹ്മസാക്ഷാത്കാരത്താല് ജ്വലിക്കുന്ന തീക്കനൽ പോലെ ഇരിക്കണം ഒരു ഗുരു എന്ന് പറയുന്നത്. പിന്നെ പറയണം ബന്ധുരാനമതാം സദാം, ആനമതാം സദാം ബന്ധുഹു, നമിച്ചു നിൽക്കുന്ന, കൈവണങ്ങി നിൽക്കുന്ന, സർവ്വതും സമർപ്പിതമായി നിൽക്കുന്ന സജ്ജനത്തിന് ബന്ധുവായിരിക്കണം. പിന്നെ പറയാണ് അഹേതുകതയാ സിന്ധുവായിരിക്കണം. അതായത് കാരണമില്ലാതെ ദയയുടെ ഇരിപ്പിടമാണ്, ദയയുടെ സാഗരമായിരിക്കണം ഗുരു. ഗുരുവിന് ഈ ലോകത്തെ സ്നേഹിക്കുന്നതിന് പ്രത്യേക കാരണമൊന്നും വേണ്ട. കാരണം അവർ ലോകാനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് മഹാഗുരുക്കന്മാർ ഈ ലോകത്തേക്ക് അവതരിക്കുന്നത്. അപ്പോൾ ഭിന്നതയുടെ കണ്ണുകൾ വെച്ച് അവരെ കാണാതിരിക്കുക. അവർക്ക് ഈ ലോകത്ത് നിന്ന് ഒന്നുമേ കൃപയോടുകൂടി അവിടുന്ന് നടന്നു നീങ്ങിയ വഴികൾ എത്രയാണ്. ശങ്കര ഭഗവത്പാദരെ ആ കാലുറക്കാത്ത പ്രായത്തിലെ തന്നെ പരമമായ സത്യത്തെ ഈ ലോകത്തിലേക്ക് വ്യവസ്ഥാപനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്
അവിടുന്ന് ഹേതുകമായ ദയോടുകൂടിയാണ് നടന്നു നീങ്ങിയത്. അപ്പോ അങ്ങനെയുള്ള ഗുരുക്കന്മാർക്ക് ഈ ലോകം ദുഃഖമല്ലാതെ ഒന്നും കൊടുത്തിട്ടില്ല എന്നുള്ളത്. ജാതിമത ഭേദ ചിന്തകളുടെ വേലിക്കെട്ടുകളില്ലാതെ സ്വതന്ത്രമായി വേണം നാം ഗുരുക്കന്മാരെ പഠിക്കാനും അറിയാനും ഒക്കെ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഗുരുവിനെ സവിനയം സേവ ചെയ്തുകൊണ്ട് ഒരു ശിഷ്യൻ ആത്മതത്വം ഉപദേശിച്ചു തരണമെന്ന് അപേക്ഷിക്കാം. അത് വിവേക ചൂടാമണിയിൽ ഇപ്രകാരം പറയുന്നു: സ്വാമിൻ നമസ്തേ നദലോക ബന്ധോ കാരുണ്യ സിന്ധോ പതിതം ഭവാബ്ദോ മാമുദ്ധരാത്മീയ കടാക്ഷദൃഷ്ട്യ പ്രജ്വാതി കാരുണ്യ സുധാഭിവൃഷ്ട്യ. ചോദിക്കുകയാണ്. അത് എത്ര സമർപ്പിതമായിട്ടുള്ളൊരു ചോദ്യമാണ്. സ്വാമി നമസ്തേ, സ്വാമിൻ നമസ്തേ നദലോക ബന്ധു. നമിച്ചു നിൽക്കുന്ന ശിഷ്യന് ബന്ധുവായിരിക്കുന്നവനെ, കാരുണ്യ സിന്ധു കരുണയുടെ കടലായിരിക്കുന്നവനെ, ഈയുള്ളവന്റെ ദുഃഖം എന്താണ്? ഭവാബ്ദവും പതിതം, ഈ സംസാര സാഗരത്തിൽ പെട്ടുപോയിരിക്കുകയാണ്. ഈ സംസാരത്തില്, ഈ പ്രപഞ്ചത്തില് ഒരു ശരീരത്തിൽ പെട്ടിരിക്കുന്നവരാണ് നമ്മൾ. പക്ഷെ ആ ശരീരത്തിൽ പെട്ടിരിക്കുന്നു എന്ന് പോലും അറിയാതെ ജീവിക്കുന്നതാണ് ഏറ്റവും വലിയ അജ്ഞത. നമ്മളൊരു ബന്ധനത്തിലാണെന്ന് അറിയാതെ ജീവിക്കുന്നവരാണ് ഏറ്റവും വലിയ ദയനീയാവസ്ഥ. പക്ഷേ ഇവിടെ നിത്യവും അനിത്യവും ഏതെന്ന് അറിയുമ്പോൾ, ആ നിത്യവസ്തുവിനെ അറിയുമ്പോൾ, അത് മാത്രമേ നേടാനുള്ളൂ എന്ന് അറിയുമ്പോൾ ഒരു ശിഷ്യൻ അനുഭവിക്കുന്ന ഒരു അനുഭവതലമാണ് ഈ പറയുന്നത്. അപ്പൊ പറയാണ്, ഞാൻ ഈ സംസാര സാഗരത്തിലെ പെട്ടുപോയിരിക്കുന്നു. അതുകൊണ്ട് ആത്മീയ കടാക്ഷ ദൃഷ്ടിയ മാം ഉദ്ധര. അങ്ങയുടെ ഒരു തിരുനോട്ടം മതി ഗുരു, ഒരു കടാക്ഷം മതി. എന്നെ ഒന്ന് ഉദ്ധരിക്കൂ, എന്നെ ഒന്ന് ആ പരമമായ ഇതിനെ എനിക്കും കൂടി ഒന്ന് വെളിവാക്കി തരൂ എന്ന് ശിഷ്യന്റെ ഒരു ചോദ്യമുണ്ട്. അപ്പോ ഋജ്വാദി കാരുണ്യ സുധാഭിവൃഷ്ടിയാന്നാണ്. സരളമായ ആ നോട്ടം കൊണ്ട് ആ കാരുണ്യാമൃതം എന്നിലേക്ക് കൂടി ഒന്ന് പൊഴിക്കണേ ഗുരു എന്ന് സർവസമർപ്പണം ചെയ്തുകൊണ്ട് ഒരു ശിഷ്യൻ ഗുരുവിനോട് ചോദിക്കുമ്പോൾ, അവിടെയാണ് ഒരു ഗുരുവിനെ വളരെ എന്താ പറയാ, എല്ലാത്തിനും ഭയപ്പെടേണ്ട, ഞാൻ കൂടെ ഉണ്ട് എന്ന് പറയുന്ന ഒരു സർവാനുഗ്രഹദായകനായ ഒരു ഗുരുവിനെയാണ് ശങ്കര ഭഗവത്പാദ വിവേക ചൂടാമണിയിലൂടെ പറയാണ്: മാ ഭൈഷ്ട വിധ്വംസ്തവ നാസ്ത്യപായ സംസാര സിന്ധോസ്തരണേസ്ത്യുപായ ഏനൈവ യാതാ യതയോസ്യ പാരഃ തമേവ മാർഗം തവ നിർദ്ദിശാമി. അതാണ് നമുക്ക് ഏറ്റവും വലിയ ഉറപ്പാണ്. ദുഃഖാർത്തനായി ഈ ലോക ജീവിതത്തിന് കരകയറാനുള്ള മാർഗം കാണാതെ ഈ ലോകത്തിലെ ദുഃഖങ്ങളിൽ പെട്ട് ഉഴലുന്ന ഒരുവൻ ഒരു ഗുരു കൊടുക്കുന്ന ഉറപ്പാണ്. മാ ഭൈഷ്ട, ഭയം വേണ്ട. അല്ലയോ വിദ്വാൻ, അല്ല, ഗുരുവിനെയും ശിഷ്യനെ ഗുരുവിൽ നിന്ന് ഭിന്നമായിട്ടല്ല ഒരു ഗുരു കാണുന്നത്, താൻ തന്നെയായിട്ടാണ് കാണുന്നത്. മാ ഭൈഷ്ട വിധ്വംസ്തവ നാസ്ത്യപായ, നിനക്ക് ആപത്തൊന്നും ഇവിടെ സംഭവിക്കില്ല. അതുകൊണ്ട് നീ ധൈര്യമായിരിക്കൂ. ഈ സംസാര സാഗരത്തെ കടക്കുവാൻ ഉപായഹാസ്തി, ഉപായമുണ്ട്. അല്ലെ, നമ്മളൊരു ദുഃഖാർത്തനായ ഒരു ഗുരുവിനെ സമീപിക്കുമ്പോൾ നമ്മുടെ തോളത്ത് തട്ടിയിട്ട് ഒന്നുമില്ല, എല്ലാം ശരിയാകും എന്ന് പറയുന്ന ആ ഒരു ധൈര്യവും ഉറപ്പും ഗുരു കൊടുക്കുകയാണ്. അങ്ങനെ ഒരു ഗുരുവിനെയാണ് ആചാര്യസ്വാമികൾ നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നത്. ഇത് എന്ത് മാർഗമാണ് പറഞ്ഞു കൊടുത്തത്? ഏനൈവ യാതാ യതയോ അസ്യ പാരഃ. യതിമാര്, പരമസത്യത്തെ സാക്ഷാത്കരിച്ച യതീശ്വരന്മാര് ഏതു മാർഗത്തിലൂടെയാണോ സഞ്ചരിച്ചത്, ഈ ദുഃഖസാഗരത്തെ കടക്കുവാൻ ഏത് മാർഗമാണോ അവരുടെ ശരിയായ മാർഗമായി അവരെടുത്തത്, തമേവ മാർഗം തവ നിർദ്ദിശാമി, അത് തന്നെ നിനക്ക് ഉപദേശിക്കാം എന്ന് പറയാണ്. അപ്പോ വളരെ സന്തുഷ്ടനായ ആ ശിഷ്യനോട് ഇവിടെ ഭയപ്പെടേണ്ട, എല്ലാം ആ പരമസത്യത്തിലേക്കുള്ള വഴി പറഞ്ഞു തരാമെന്ന് ആശ്വസിപ്പിക്കുന്ന ഒരു ഗുരുവിനെ നമുക്ക് കാണാം. അതായത് മഹാജനോ ഏനഗതസ്സ പന്ഥാഹ, മഹാജനങ്ങൾ ഏതു മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നുവോ ആ മാർഗം നമുക്ക്
മാർഗമായി തെരഞ്ഞെടുക്കാം. അതാണ് പറയുന്നത്, അയം സ്വഭാവ സ്വതയേവ യത് പരശ്രമാപനോദ പ്രവണം മഹാത്മനാം. മഹാത്മനാം അയം സഹജ സ്വഭാവ ഏവ. മഹാത്മാക്കളുടെ സഹജ സ്വഭാവമാണ് എന്ത്? പരശ്രമാപനോദ പ്രവണം. പരദുഃഖത്തെ ഇല്ലാതാക്കുക എന്നുള്ളത് മഹാത്മാക്കളായ ഗുരുക്കന്മാരുടെ സഹജമായ സ്വഭാവമാണ്. നമുക്കൊക്കെ ദുഃഖമുണ്ട് അല്ലെ? എന്തിനൊക്കെയാ നമ്മൾ പേടിക്കുന്നതെന്ന് വെച്ചാൽ, മരണത്തെ പേടിക്കുന്നുണ്ട്, രോഗത്തെ പേടിക്കുന്നുണ്ട്, നമ്മൾ ഒറ്റപ്പെടുമോ, ബന്ധുക്കൾ കൂടെ ഉണ്ടാകുമോ, ഇതൊക്കെ ഒരു മനുഷ്യനായി പറഞ്ഞ നമ്മുടെയൊക്കെ ദുഃഖമാണ്. പക്ഷേ ഒരു ഗുരു പറയുകയാണ്, മരണം എന്ന് പറഞ്ഞാൽ ശരീരത്തിനാണ്. ആത്മാവ് ജനിക്കുകയോ മരിക്കുകയോ ചെയ്യുന്നില്ല. ഉണ്ടായതെല്ലാം വളരും, നിലനിൽക്കും, തളരും അല്ലെ? അത് അതിന്റെ സ്വഭാവമാണ്. പക്ഷേ നമ്മുടെ സ്ഥൂല ശരീരം നശിച്ചാലും ആ സൂക്ഷ്മ ശരീരം നശിക്കുന്നില്ല. പരമചൈതന്യത്തിന് ജനന മരണങ്ങളില്ല. പിന്നെ പറയാണ് രോഗം വരുന്നതും നശിക്കുന്ന ശരീരത്തിന് മാത്രമാണ്. ഇനി നമ്മൾ ഏറ്റവും കൽപ്പിക്കുന്നത് നമ്മളെ ബാങ്കിലിട്ടിരിക്കുന്ന പണമോ നമ്മളുടെ ബന്ധുക്കളോ ഒക്കെയാണ് നമ്മളെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന ഒരു ചിന്തയാണ് മനുഷ്യർക്കുള്ളത്. പക്ഷെ നമ്മൾ ഓർക്കണം, എല്ലാത്തിനും ഉപരിയായി ഇരുന്നു കൊണ്ട്, സർവ്വതിനും ഉപരിയായിരുന്നു കൊണ്ട് സദാ നമ്മളെ ശബ്ദസ്പർശ രൂപരസഗന്ധാദികൾ അനുഭവിച്ചുകൊണ്ട് നമ്മളെ സദാ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആ പരമമായ ചൈതന്യത്തെ ബന്ധുവാക്കാൻ ആരും ഓർക്കാറില്ല. അങ്ങനെ ഒരു ഗുരുവിന്റെ സമീപത്ത് ചെല്ലുമ്പോൾ നമ്മുടെ ദുഃഖങ്ങൾക്കെല്ലാം പരിഹാരമുണ്ട്. അതായത് സൂര്യകിരണങ്ങളേറ്റ ഭൂമിയെ ചന്ദ്രൻ എപ്രകാരമാണോ തന്റെ തണുത്ത കിരണങ്ങൾ കൊണ്ട് രക്ഷ ചെയ്യുന്നത് പോലെ കാരണമൊന്നും ഇല്ലാതെ കൃപാലുത്വം കാണിക്കുന്നു. അത് മഹാത്മാക്കളുടെ സ്വഭാവമാണ്. ആചാര്യസ്വാമികൾ അങ്ങനെയുള്ള ഒരു ഗുരുവിനെയാണ് നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നത്. ആ ഗുരു ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന ആ ഒരു കാഴ്ചയുള്ളവനായിരിക്കും. എത്ര വിശ്വം ഭവത്യേകനീടം വസുദൈവ കുടുംബകം. ഈ രീതിയിലുള്ള മഹാഗുരുക്കന്മാരുടെ ദർശനമൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാം, അതിർത്തിയിലെ കാവല് നിന്നില്ലെങ്കിൽ സുഖമായി സ്വസ്ഥമായ വീടുകളിൽ കിടന്നുറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക്, ഇരുട്ടിലേക്ക് മനുഷ്യൻ നടന്ന് അടുക്കുമ്പോൾ സമസ്ത ലോകങ്ങൾക്കും പരമകാരണമായ ജഗദീശ്വര ചൈതന്യമാണ് സമസ്തതിനെയും നിലനിർത്തുന്നതെന്ന് അറിയുമ്പോൾ എല്ലാവരും എന്നിലും നിന്നിലും സമസ്തയിലും തുടിക്കുന്നത് ഒരേ ഒരു ആത്മചൈതന്യത്തിന്റെ പ്രകാശമാണെന്ന് അറിയുമ്പോൾ തൊട്ടടുത്തിരിക്കുന്നവന് നേരെ നിറയൊഴിക്കുവാൻ നമുക്ക് എങ്ങനെയാണ് സാധിക്കുന്നത്? അപ്പോ ഇത്തരത്തിലുള്ള സത്സംഗങ്ങളും ഇത്തരത്തിലുള്ള ഗുരുക്കന്മാരുടെ വാക്കുകളൊക്കെ പഠിക്കുന്നത് ഈ ലോകത്തിന്റെ ഇരുട്ടിനെ ഇല്ലാതാക്കുവാൻ സഹായകമാകും. അതായത് ആചാര്യസ്വാമികള് തനിക്ക് ഗുരുസങ്കല്പത്തെ കുറിച്ച് പറയുമ്പോൾ തനിക്ക് ദീക്ഷ നൽകുവാനായിട്ട് നിയതി നിശ്ചയിച്ചിട്ടുള്ള സദ്ഗുരുവിനെ തേടി നർമ്മദാ തീരത്ത് ഓങ്കാരേശ്വരത്ത് എത്തിയ ശങ്കരൻ തന്റെ സവിധത്തിലേക്ക് അണഞ്ഞ ശങ്കരനെ കണ്ടപ്പോൾ, ആ ശിഷ്യന്റെ തീവ്ര വൈരാഗ്യവും ഭക്തിയും ഒക്കെ കണ്ടപ്പോൾ, അതായത് ഗുരുവിനെ സ്തുതിച്ചു നിൽക്കുകയാണ് ശങ്കരൻ. അപ്പോ ശങ്കരന്റെ തീവ്ര ഭക്തിയെ കണ്ടപ്പോൾ ഗോവിന്ദാചാര്യനില് കാരുണ്യം കവിഞ്ഞൊഴുകുന്നുണ്ട്. അതായത് ഒരു ഗുരു സ്വശിഷ്യനെ വരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ ആ ശിഷ്യനോട് ചോദിക്കുകയാണ്, കസ്ത്വം, നീ ആരാണ്? ആ ചോദ്യത്തിന് ഉത്തരമായിക്കൊണ്ട്, അതായത് സമാധി സ്ഥിതനായിരിക്കുന്ന ഒരു മഹാഗുരുവിന്റെ വാക്കുകൾ തന്നെയാണ് ശിഷ്യനിൽ നിന്ന് പുറത്തേക്ക് വന്നത്. അപ്പോഴാണ് ചോദിക്കുന്നത്, നീ ആരാണ്? അപ്പോൾ ആചാര്യസ്വാമികൾ ചൊല്ലിയ 10 ശ്ലോകങ്ങൾ, ദശശ്ലോകി ഒരു ശങ്കര ഭഗവത്പാദർ ആരാണെന്ന ചോദ്യത്തിന് ദശശ്ലോകി ഉത്തരം തരും. ആദ്യത്തെ ശ്ലോകം തന്നെ പറയുന്നു, ന ഭൂമിർന്ന തോയം ന തേജോ ന വായു നഖം നേന്ദ്രിയം വാ ന തേഷാം സമൂഹ അനേകാന്തികത്വാത് സുഷുപ്തീക സിദ്ധ തദേകോവശിഷ്ട ശിവ കേവലോഹം. ഞാൻ ശങ്കരനാണെന്നല്ല പറഞ്ഞത് ഞാൻ സച്ചിദാനന്ദ സ്വരൂപമായ ശിവമാണ്. ഞാൻ പഞ്ചഭൂതങ്ങളോ ഇന്ദ്രിയങ്ങളോ
കർമ്മേന്ദ്രിയമോ ജ്ഞാനേന്ദ്രിയമോ പഞ്ചപ്രാണനോ അന്ധകരണമോ ഒന്നുമല്ല. ഞാൻ സച്ചിദാനന്ദ സ്വരൂപമാണ്. ആ സച്ചിദാനന്ദത്തെ നമ്മൾ എപ്പോഴും അനുഭവിക്കുന്നു സുഷുപ്തിയിൽ. ജാഗ്രതത്തിലെ പ്രയത്നത്തിന് ശേഷം നമ്മൾ നന്നായി ഉറങ്ങുന്ന സമയത്ത് എല്ലാവരും എത്തുന്നുണ്ട് സ്വരൂപത്തിലേക്ക്. പക്ഷേ ആ സ്വരൂപത്തിൽ എന്നും ലയിക്കുന്ന നാം ആ ആനന്ദത്തെ അനുഭവിച്ച് ഉറങ്ങുന്നുണ്ട്, അല്ലെ? ഉറങ്ങിയതിന് ശേഷം നമ്മൾ പറയും സുഖമായിട്ട് ഉറങ്ങി, ഒന്നും അറിഞ്ഞില്ല. സുഖമായിട്ട് ഉറങ്ങി എന്ന് പറയുന്നത് സ്വരൂപവും, ഒന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നത് നമ്മുടെ അജ്ഞാനവുമാണ്. ഈ അജ്ഞാനമാണ് സ്വരൂപത്തെ അറിയാതെ നമ്മളിൽ നിന്ന് ജന്മാന്തരങ്ങളിലേക്ക്, ശരീരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. ഈ അജ്ഞാനത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് ഒരു ദർശനം, അല്ലെ? എന്നും നമ്മളൊരു പ്രളയം അനുഭവിക്കുന്നുണ്ട്, ഒരു ലയം ആ ജഗദീശ്വരനിൽ. അതാണ് നമ്മുടെ സുഷുപ്തി, സുഖമായി ഉറങ്ങൽ. അതില്ലായിരുന്നെങ്കിൽ മനുഷ്യന്റെ ഓരോ ജീവികളുടെയും ജീവിതം എത്രയാകുന്നു. അപ്പോ ശ്രീനാരായണ ഗുരുദേവൻ അതിന് പറഞ്ഞത് അവശതയാർന്ന അവിവേകം എന്നാണ്. സത്യത്തിൽ ലയിച്ചിട്ടും സ്വസ്വരൂപത്തിൽ ലയിച്ചിട്ടും ആ സത്യത്തെ അറിയാനാവാത്ത നമ്മുടെയൊക്കെ അവിവേകം, ഈ അജ്ഞാനത്തെ മാറ്റുവാനാണ് ഒരു സ്വരൂപങ്ങൾ അവതരിക്കുന്നത്. അങ്ങനെ ഗുരുവിൽ നിന്നും, ഗോവിന്ദാചാര്യനിൽ നിന്നും പരമമായ വിദ്യയെ നേടി. അപ്പോൾ അതിനുശേഷം ഗുരുകുലത്തിൽ നിന്ന് പോകുന്നതിന് മുമ്പ് അപ്പോൾ ഗോവിന്ദ ആചാര്യര് പറയുന്നുണ്ട്, പാവയൻ വസുതാം, ഈ വസുതയെ പാവനമാക്കിക്കൊണ്ട് സഞ്ചരിച്ചാലും ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് ഗുരുകുലവാസത്തിന് ശേഷം ശങ്കരാചാര്യര്, അങ്ങനെയാണ് ആചാര്യസ്വാമികള് നടന്നു നീങ്ങുന്നതും പ്രസ്ഥാനത്രയങ്ങൾക്ക് ഭാഷ്യം ചമയ്ക്കുന്നതും. ആ ലോക ജീവിത യാത്രയില് അദ്വൈത സത്യത്തെ പ്രോജ്വലിപ്പിച്ചുകൊണ്ടുള്ള ആ മഹാഗുരുവിന്റെ യാത്ര. കുലം പവിത്രം ജനനീ കൃതാർത്ഥ വസുന്ധര പുണ്യവതീച്ചതേ. അല്ലെ? കുലം പവിത്രമായിരിക്കുന്നു, ജനനി കൃതാർത്ഥയായിരിക്കുന്നു. ഇത്തരത്തിലുള്ള ഗുരുക്കന്മാര് വസന്തകാലത്തെ പോലെയാണ് എന്ന് ആചാര്യസ്വാമികൾ വിവേക ചൂടാമണിയിൽ പറയുക. വസന്തകാലത്തെ പോലെ, അതായത് ഋതുരാജനായ വസന്തകാലം ഹൃദയാഹ്ലാദകാരിയാണ്. മറ്റു ഋതുക്കളില് വർഷവും ചൂടും തണുപ്പും ഒക്കെ ഉണ്ട്. അതുപോലെയല്ല വസന്തകാലം. വസന്തകാലത്തെ പോലെ മനുഷ്യ ഹൃദയങ്ങളിൽ ആനന്ദം നിറയ്ക്കുന്നവരാണ് ഗുരുക്കന്മാർ എന്ന് പറയുകയാണ്. അതുപോലെ തന്നെ കൈവല്യമൂർത്തിയും ജഗന്നിയന്താവുമായ ശിവനും ബ്രഹ്മനിഷ്ഠനായ ഗുരുവും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല എന്ന്, ശിവയേവ ഗുരുഹു ഗുരുരേവ ശിവസ്വയം എന്ന് ആചാര്യസ്വാമികള് പറയുന്നുണ്ട് ശിവാനന്ദ ലഹരിയിലൂടെ. അതിലൂടെ ഗുരുവിനെ വിശേഷിപ്പിച്ചത് ലോകഗുരു എന്നാണ് വിളിച്ചത്. ത്വത്പാദാംബുജമർച്ചയാമി സതതം ത്വാം ചിന്തയാമ്യന്യുഹം ത്വാമീശം ശരണം വ്രജാമി വചസ ത്വാമേവ യാചേ വിഭോ ഭിക്ഷാം മേ ദിശ ചാക്ഷുഷീം സകരുണം ദിവ്യേശ്ചിരം പ്രാർത്ഥിതാം ശംഭോ ലോകഗുരോ മദീയ മനസഃ സൗഖ്യോപദേശം ഗുരു. അല്ലയോ ശംഭോ ലോകഗുരോ, അങ്ങ് സൗഖ്യത്തെ ഉപദേശിച്ചാലും ഈ സൗഖ്യത്തെ, ഈ സുഖത്തെ ഉപദേശിച്ച് കിട്ടാൻ വേണ്ടിയാണല്ലോ ആചാര്യസ്വാമികൾ അങ്ങ് ഓങ്കാരേശ്വരത്തെത്തി ഗോവിന്ദാചാര്യന് അടുത്ത് എത്തിയത്. അപ്പോ അതുപോലെ തന്നെ ആണ് മഹാഗുരുക്കന്മാര് ഈ സുഖം തേടിയാണ് അവരുടെ ചെറിയവേദി എന്ന് പറയും. ഈ സുഖം തേടിയാണ് അവരുടെ സഞ്ചാരം. അതുപോലെ തന്നെ രമണ മഹർഷിയെ പോലെയുള്ള മഹാഗുരുക്കന്മാരൊക്കെ ഇതുപോലെ സഞ്ചരിച്ച് തിരുവണ്ണാമലയിൽ എത്തിയിട്ട് ആ അരുണാചല ശിവനെ കണ്ടിട്ട് ആ സ്വാനുഭൂതിയിൽ ഇരിക്കുന്നുണ്ട്. ആ രമണ മഹർഷിയെ കാണുവാനായി കേരളത്തിൽ നിന്ന് ശ്രീനാരായണ ഗുരു മഹർഷി വര്യൻ എത്തുന്നുണ്ട്. അപ്പോ ഇവരൊക്കെ ഇവര് പരസ്പരം കാണുമ്പോൾ പോലും അവര് യാതൊരു തരത്തിലുള്ള ചോദ്യങ്ങളോ ഉത്തരങ്ങളോ ഒന്നുമില്ല. കാരണം അവര് പരസ്പരം പൂരിപ്പിക്കുന്നവരാണ്. അവർക്ക് വാക്കുകൾ വേണ്ട സംസാരിക്കാനായിട്ട്. അപ്പോൾ രമണ മഹർഷിയും ശ്രീനാരായണ ഗുരുദേവനും കണ്ടിട്ടൊന്നും സംസാരിച്ചില്ല. തൊട്ടടുത്ത് ഒരു മരത്തിന്റെ ചോട്ടിലിരുന്ന് ഗുരു നിർവൃതി പഞ്ചകം എഴുതുക. ചോദ്യങ്ങളെല്ലാം ഉപരവിച്ചവനാണ് നിർവൃതിയെ അനുഭവിക്കുന്നത്. അപ്പോൾ ശിഷ്യനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ കണ്ടുവോ എന്ന് ശ്രീനാരായണ ഗുരുദേവൻ ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ പറഞ്ഞു, കണ്ടു സ്വാമി.
രമണ മഹർഷിയെ കണ്ടു സ്വാമി. അപ്പൊ ഗുരു പറയാം, നാം മാത്രം കണ്ടില്ല അല്ലേ, എല്ലാവരും കണ്ടു, നാം മാത്രം കണ്ടില്ല അല്ലേ. അപ്പോ ശ്രീനാരായണ ഗുരുദേവൻ രമണ മഹർഷിയിൽ കണ്ടത് രമണ മഹർഷിയല്ല കണ്ടത്, ആ പരമ്പൊരുളിനെയാണ്, ചൈതന്യത്തെ മാത്രമേ കണ്ടത്, നാമത്തെ രൂപത്തെ ഒന്നുമല്ല കണ്ടത്. അത്തരത്തിലാണ് മഹാപുരുഷന്മാർ അദൃശ്യവും അഗ്രാഹ്യവും അവ്യവഹാര്യവും ഒക്കെയായ, അചിന്ത്യവും ഒക്കെയായ, അതായത് വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും ചിന്ത കൊണ്ടും ബുദ്ധി കൊണ്ടും ഒന്നും എത്താനാവാത്ത പരബ്രഹ്മത്തെ ഒരിക്കലും നമുക്ക് എന്താ പറയാ, വാക്കുകൾ കൊണ്ട് സംശീകരിക്കാനായിട്ട് സാധ്യമല്ല. അനുഭവിയാതറിവീലാന്ന് ഗുരു അത് പറഞ്ഞു. അങ്ങനെ ആ പരബ്രഹ്മ സ്വരൂപത്തെ, പരബ്രഹ്മ സ്വരൂപികളാണ് മഹാഗുരുക്കന്മാര്. അതുപോലെ തന്നെ ഉപദേശ സാഹസ്രി എന്ന കൃതിയിലൂടെ ആചാര്യസ്വാമികള് ഒരു ഗുരു എങ്ങനെയുള്ളവനായിരിക്കണം എന്ന് വളരെ വ്യക്തമായ നിർവചനങ്ങൾ നമുക്ക് തരുന്നുണ്ട്. പറയുന്നുണ്ട്, ഗുരു ഊഹാപോഹ വിചക്ഷണനായിരിക്കണം എന്ന്. അതായത് നമ്മൾ ജീവിക്കുന്ന ഈ പ്രപഞ്ചം ഉണ്ടായി നിലനിന്ന് മറയുന്നതാണെങ്കിൽ ഉണ്ടാകാത്തതും മറയാത്തതും ശാശ്വതമായി നിൽക്കുന്ന ഒരു കാരണമുണ്ടെന്ന്, ഒരു പരമകാരണമുണ്ട് എന്ന് അറിയുന്നവനായിരിക്കണം ഗുരു. പിന്നീട് പറയുകയാണ്, ശമതമാദികൾ ഗുരുവിന്റെ സ്വഭാവ സവിശേഷതയായിരിക്കണം. ഇന്ദ്രിയജയവും മനോജയവും ഗുരുവിനുണ്ടായിരിക്കണം. അത്ര ശ്രേഷ്ഠമായ ഗുരുസങ്കല്പമാണ് ആചാര്യസ്വാമികളുടെ. പിന്നെ പറയാണ്, ദൃശ്യവും അദൃശ്യവുമായ സുഖഭോഗങ്ങളിൽ ആസക്തിയില്ലാത്തവനായിരിക്കണം. കണ്ണുകൊണ്ട് കാണുന്നവയും മനസ്സുകൊണ്ട് ചിന്തിക്കുന്നവയും ഒക്കെ ആയിട്ടുള്ള സകലമായ സുഖഭോഗങ്ങളിലോടും വിരക്തനായിരിക്കണം, ആസക്തി ഇല്ലാത്തനായിരിക്കണം എന്നർത്ഥം. എല്ലാതും ഒന്നാണെങ്കിൽ പിന്നെ എന്തിനോടാണ് ആസക്തി വെക്കാനുള്ളത്? പിന്നെ പറയാണ്, ഒരു ഗുരു സമർപ്പിതനും ബ്രഹ്മജ്ഞാനിയും ബ്രഹ്മനിഷ്ഠനുമായിരിക്കണം. സമർപ്പിതനായിരിക്കണം. താനും ദൈവമേ നിനക്ക് നീയും ഞാനും ഒന്നു തന്നെ എന്ന് അനുഭവിക്കുന്നവനായിരിക്കണം, സമർപ്പിതനായിരിക്കണം. പിന്നെയോ ബ്രഹ്മത്തെ അറിയുന്നവനും ബ്രഹ്മത്തിൽ സ്ഥിതനുമായിരിക്കണം. പരബ്രഹ്മ സ്വരൂപത്തിൽ വിലീന മാനസനായി ഇരിക്കുന്നവനായിരിക്കണം ഒരു ഗുരു. ഇവരൊക്കെയാണ് ഗുരുക്കന്മാർ എന്ന് പറയേണ്ടത് എന്നാണ് ആചാര്യസ്വാമികൾ പറയുന്നത്. പിന്നെ ലോകമര്യാദകൾ അതിലംഘിക്കാത്തവനായിരിക്കണം. സാധാരണ മനുഷ്യരാണെന്ന് തോന്നും അല്ലെ. ശങ്കര ഭഗവത്പാദർ നടന്നു നീങ്ങിയപ്പോഴും ഗുരുക്കന്മാരോട് സംവദിച്ചപ്പോഴും പ്രതിഷ്ഠകൾ നടത്തിയപ്പോഴും എല്ലാം ചെയ്തപ്പോഴും ഒരു സാധാരണ മനുഷ്യനെ പോലെ ഈ ലോക വ്യവഹാരങ്ങളിൽ ജീവിച്ചുകൊണ്ടാണ് ചെയ്തത് അല്ലെ. അപ്പോ ആ ലോകത്തിൽ ശരീരത്തോടു കൂടി ഇരിക്കുമ്പോൾ ശരീരധർമ്മങ്ങൾ നമുക്ക് ചെയ്യേണ്ടി വരും. അപ്പോ ആ ലോകമര്യാദകൾ അതിലംഘിക്കാത്തവനായിരിക്കണം ഒരു ഗുരു എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മള് ഗുരുക്കന്മാരുടെ ലക്ഷണങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോൾ ബ്രഹ്മവിദ് വരനും ബ്രഹ്മവിദ് വരിഷ്ഠനൊക്കെ പറയുമ്പോൾ ദേഹചിന്ത പോലും ഇല്ലാതെ, ആഹാരപാനാദികൾ ഇല്ലാതെ, വസ്ത്രധാരണം പോലും ഇല്ലാതെ ആ ബ്രഹ്മനിർലീന മാനസരായിരിക്കുന്ന ഗുരുക്കന്മാരെയൊക്കെ നമുക്ക് അധ്യാത്മശാസ്ത്രം പറഞ്ഞു തരുന്നുണ്ട്. ഇവിടെ ഗുരു പറയുന്ന ആ ഒരു ഗുരു ലോകമര്യാദകൾ അതിലംഘിക്കാത്തവനായിരിക്കണം എന്നാണ്. പിന്നെ പരോപകാരിയും സ്വജ്ഞാനം പരഹിതത്തിനായി ഉപദേശിക്കുന്നവനുമായിരിക്കണം. എപ്പോഴും അതാണ് എപ്പോഴും ഗുരുക്കന്മാർ ഉപദേശത്തിന് മുമ്പുള്ള ഒരു വന്ദനാ ശ്ലോകത്തിൽ തന്നെ എപ്പോഴും പറയുമ്പോ സഹനാവവതു സഹനൗഭുനക്തു അല്ലെ, എന്നെയും കൂടി ഒന്ന് അനുഗ്രഹിച്ചേക്കൂ ഗുരു അല്ലെ. ആ ഗുരുവും ശിഷ്യനെ ഒരുമിച്ച് അനുഗ്രഹിച്ചേക്കൂ എന്നാണ്. അപ്പോ അവിടെ രണ്ടില്ല, ഒന്നേ ഉള്ളൂ. ആ ഏകതയാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ വിവേക ചൂടാമണിയിലും സർവ വേദാന്ത സിദ്ധാന്ത സംഗ്രഹത്തിലും സ്വഗുരുവായ ജ്ഞാനഗുരുവായ ഗോവിന്ദ ഭഗവത്പാദരെ സ്തുതിച്ചുകൊണ്ടാണ് ആചാര്യസ്വാമികൾ കൃതി ആരംഭിക്കുന്നത് തന്നെ. വിവേക ചൂടാമണി ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: സർവവേദാന്ത സിദ്ധാന്ത ഗോചരം തമഗോചരം ഗോവിന്ദം പരമാനന്ദം സദ്ഗുരും പ്രണതോസ്മ്യഹം എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്റെ ജ്ഞാനഗുരുവിനെ പ്രണമിക്കുവാനായിട്ട് മറന്നുപോകുന്നില്ല ആചാര്യസ്വാമികള്. ഗുരുവന്ദനത്തിലൂടെ ആചാര്യസ്വാമികൾ പറയുകയാണ്, ഉപനിഷത്തിലൂടെ മാത്രം അറിയാൻ കഴിയുന്നവനാണ് ഗുരു. അപ്പൊ ഗുരു ബ്രഹ്മണി നിലീനനാണ്, ബ്രഹ്മസ്വരൂപം തന്നെയായിട്ടാണ് ഗുരുവിനെ പറഞ്ഞു തരുന്നത്.
അതായത് ഉപനിഷത്തുക്കളിലൂടെ അറിയുന്ന പരമമായ ജ്ഞാനം ഏതോ അതാണ് ഗുരു. അറിയാൻ കഴിയുന്ന പരമ്പൊരുളിനെയും ആ പരമ്പൊരുളിനെ തനിക്ക് ഉപദേശിച്ച തന്റെ ഗുരുവായ ഗോവിന്ദപാദരെയും പ്രണമിക്കുന്നു എന്ന് പറഞ്ഞാണ്. രണ്ടും തത്വത്തിൽ ഒന്ന് തന്നെ. ഔപനിഷദമായ ജ്ഞാനത്തെ ഉപദേശിച്ച പരമ്പൊരുളിനെയും ആ പരമ്പൊരുളിനെ തനിക്കായി കൊണ്ട് ഉപദേശിച്ച സുഗുരുവായ ഗോവിന്ദപാദരെയും പ്രണമിച്ചുകൊണ്ടാണ് ഏറ്റവും പ്രൗഢമായ വിവേക ചൂടാമണി ആരംഭിക്കുന്നത് തന്നെ. അതുപോലെ തന്നെ സർവവേദാന്ത സിദ്ധാന്ത സംഗ്രഹത്തിലും പറയുന്നുണ്ട്, അഖണ്ഡാനന്ദ സംഭോജോ വന്ദനാദ്യസ്യ ജായതേ ഗോവിന്ദം തമഹം വന്ദേ ചിദാനന്ദതനും ഗുരും. പറയാണ്, ആരുടെ പാദങ്ങൾ വന്ദിച്ചാലാണോ പരമമായ ജ്ഞാനം ഉണ്ടാകുന്നത്, അത്തരത്തിൽ ചിദാനന്ദമൂർത്തിയും ഗുരുവുമായ ഗോവിന്ദാചാര്യനെ നമിക്കുന്നു എന്ന് പറയുന്നു ആചാര്യസ്വാമികള്. അതുപോലെ നമ്മളുടെ പരിമിതമായ സമയം കൊണ്ട് ആ ജ്ഞാനസാഗരത്തിലെ ഒരു തരി പോലും നമുക്ക് പറയുവാൻ, എന്താ പറയാ, എത്ര ജന്മങ്ങൾ എടുത്താലാണ് ഗുരുവിനെ നമുക്ക് പഠിക്കാൻ സാധിക്കുക, അല്ലെ? അതിൽ ആ ജ്ഞാനസാഗരത്തിൽ നിന്നും ഒരു അംശം പോലും, നമുക്കൊക്കെ അംശമെങ്കിലും ഈ ജന്മത്തിൽ നമുക്ക് സ്വായത്തമാക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ഈ ജന്മം എത്ര ശ്രേഷ്ഠമായേനെ. അതുപോലെ ഗുരുവിനെ സ്തുതിച്ചുകൊണ്ടും ഗുരുവിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടും ആചാര്യസ്വാമികൾ രചിച്ച ഗുരുവഷ്ടകവും ഗുരുപാദുക സ്തോത്രവും ഒക്കെ ഏറെ ഹൃദയാഹ്ലാദിയും ഹൃദയസ്പർശിയുമാണ്. എത്ര ചൊല്ലുമ്പോഴും വീണ്ടും വീണ്ടും നമ്മൾക്കത് ആവർത്തിച്ച് നമ്മുടെ ഹൃദയത്തിന് ആ ആത്മാനന്ദ അനുഭൂതിയെ ഉണർത്തുന്നവയാണ് ഗുരുപാദുക സ്തോത്രവും ഗുരുവഷ്ടകവും ഒക്കെ. പറയാ, അനന്ത സംസാര സമുദ്രതാരം നൗഗായിതാഭ്യാം ഗുരുഭക്തിതാഭ്യാം വൈരാഗ്യ സാമ്രാജ്യത പൂജനാഭ്യാം നമോ നമ ശ്രീ ഗുരുപാദുകാഭ്യാം. അല്ലെ? അനന്തമായ സംസാരസാഗരം കടക്കാനായിട്ട് സഹായിക്കുന്ന തോണിയാണ് ഗുരുപാദുകങ്ങൾ. അതായത് ഒരു ഗുരുവിന്റെ പാദുകങ്ങൾക്ക് പോലും ആചാര്യസ്വാമികളുടെ ഗുരുസങ്കല്പം, ഇത് ആരാണ് ഈ വിഷയം സെലക്ട് ചെയ്തത് എങ്കിലും ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വിഷയമാണിത്. ഇത് എന്താ പറയാ, അത് വാക്കുകൊണ്ട് പറയുന്നതിനപ്പുറം പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ് ആചാര്യസ്വാമികളെ പറയുമ്പോൾ ഈ ഒരു വിഷയത്തിന്. അതായത് ഒരു ഗുരുവിന്റെ പാദുകത്തിന് പോലും ഒരുവനെ പരമമായ ജ്ഞാനത്തിലേക്ക് എത്തിക്കുന്നതിന് പര്യാപ്തമാണ് എന്ന് ആചാര്യസ്വാമികൾ പറയാണ്. അതുപോലെ ഗുരു അഷ്ടകത്തിലൂടെ പറയാണ്, ഈ ലോകത്ത് നാം എന്തെല്ലാം സുഖഭോഗങ്ങൾ നേടിയാലും ഗുരുവിൽ മനസ്സർപ്പിക്കാത്തവന് പിന്നെ എന്ത് ലഭിച്ചിട്ടും എന്താണ് കാര്യം? സ്വരൂപം തഥാവാകളത്രം യശശ്ചാരു ചിത്രം ധനം മേരുതുല്യം മനശ്ചേന്ന ലഗ്നം ഗുരോരംഗ്രി പത്മേ തതക്കിം 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 തതക്കിം. അല്ലെ? എത്ര സുന്ദരമായ ശരീരം ഉണ്ടായാലും, സുന്ദരിയായ ഭാര്യയെ ലഭിച്ചാലും, കുന്നോളം യശസ് കിട്ടിയാലും, മേരു അല്ലെ പർവ്വത തുല്യം ധനം കുവിഞ്ഞു കൂടിയാലും ഗുരുവിന്റെ പാദങ്ങളിൽ മനസ്സർപ്പിക്കാൻ കഴിയാത്തവന് ഇതെല്ലാം ഉണ്ടായിട്ടും എന്താണ് പ്രയോജനം എന്ന് ആചാര്യസ്വാമികള് ചോദിച്ചിരിക്കുന്നു. ഒരു ആചാര്യസ്വാമികളുടെ ശിഷ്യനായ തോടകാചാര്യരുടെ ആ തോടകാഷ്ടകത്തിലെ ഒരു ശ്ലോകം ചൊല്ലിക്കൊണ്ട് ഞാൻ എൻ്റെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഗുരുവിന്റെ സശിഷ്യനായ തോടകാചാര്യര് തോടകാഷ്ടകത്തിലൂടെ ശങ്കരദേശികനെ സ്തുതിക്കുന്നുണ്ട്, അല്ലെ? വിദിതാഖില ശാസ്ത്ര സുധാജലദേ മഹിതോപനിഷത് കഥിതാർത്ഥനിധേ ഹൃദയേ കലയേ വിമലം ചരണം ഭവശങ്കര ദേശികമേ ശരണം ഭവശങ്കര ദേശികമേ ശരണം. മിശ്രിതമായ എല്ലാ ശാസ്ത്രങ്ങൾക്കും അമൃതസമുദ്രം പോലെ വിളങ്ങുന്ന ഹേ സദ്ഗുരു, ശ്രേഷ്ഠമായ ഉപനിഷത്തിൽ പറയുന്ന അർത്ഥങ്ങൾക്കെല്ലാം ഇരിപ്പിടമായിട്ടുള്ളവനെ, അവിടുത്തെ നിർമ്മലമായ ആ കാൽത്താരുകളെ ഈ ഉള്ളവൻ ഹൃദയത്തിൽ വെച്ച് എന്ന് പറയുന്ന
സ്വശിഷ്യനായ തൊടകാചാര്യരുടെ തൊടകാഷ്ടകം പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വിഷയം ഞാൻ ആചാര്യപാദങ്ങളിൽ സമർപ്പിക്കുന്നു. ശ്രോതാക്കളായി എത്തിയിരിക്കുന്ന എല്ലാവർക്കും പാദ നമസ്കാരം. അതുപോലെ തന്നെ എന്നെ ഈ ഉദ്യമത്തിന് നിയോഗിച്ച ആ ഈശ്വരകാരുണ്യത്തിന് മുന്നിൽ നമിച്ചത് സത്.